ഞാനിന്ന് എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ പറ്റിയുള്ള ക്ലാസ് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ടും സർക്കാർ പദ്ധതികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം കുറച്ച് സർക്കാർ പദ്ധതികൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചേ, ജൻ ഗൽസ പദ്ധതി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കി മാറ്റുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ജൻ ഗൽസ പദ്ധതി എന്ന് പറയുന്നത്. ഏത് പദ്ധതിയാണ്? ജൻ ഗൽസ എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജൻ ഗൽസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരളത്തിലെ ആദിവാസി ഊരുകളിൽ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കി, അവരുടെ കലാരൂപങ്ങളെ എന്താക്കി? ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കി മാറ്റുന്നതിനായിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ജൻ ഗൽസ പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? കുടുംബശ്രീ മിഷൻ ആണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ശ്രദ്ധിച്ചിരിക്കുക. കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഗോത്ര വിഭാഗത്തിലുള്ളവരെ തിരഞ്ഞെടുത്ത് പദ്ധതിയുടെ ഭാഗമായി സംരംഭ യൂണിറ്റുകൾ നിർമ്മിക്കും. എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഗോത്ര വിഭാഗത്തിലുള്ളവരെ തിരഞ്ഞെടുത്ത് പദ്ധതിയുടെ ഭാഗമായി ഒരു സംരംഭ യൂണിറ്റുകൾ നിർമ്മിക്കും. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഏത് പദ്ധതി? ജൻ ഗൽസ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേ, അടുത്തത് നോക്കാം. അടുത്തത് ഏത് പദ്ധതിയാണെന്ന് നോക്കിയേ. ജീവൻ ദീപം ഒരുമ പദ്ധതി. എന്താണ്? ജീവൻ ദീപം ഒരുമ പദ്ധതി. എന്താണ് ജീവൻ ദീപം ഒരുമ പദ്ധതി എന്ന് നോക്കാം. കേരളത്തിലെ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ, എന്താണ്? ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ജീവൻ ദീപം ഒരുമ പദ്ധതി എന്ന് പറയുന്നത്. പദ്ധതിയുടെ വാർഷിക ഇൻഷുറൻസ് പ്രീമിയം എത്ര രൂപയാണ്? 200 രൂപയാണ്. എത്രയാണ്? പദ്ധതിയുടെ വാർഷിക ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് 200 രൂപയാണ്. ശ്രദ്ധിച്ചേ, 18 മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാകാം. ഏത് പദ്ധതിയില്? ജീവൻ ദീപം ഒരുമ പദ്ധതിയില്. എത്ര മുതൽ എത്ര വയസ്സ് വരെ? 18 മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയില് അംഗമാകാം. ശ്രദ്ധിച്ചേ, പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? LIC. ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ്? LIC. ശ്രദ്ധിച്ചേ, പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കുടുംബശ്രീ മിഷൻ, അതുപോലെ തന്നെ കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് എന്നിവർ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്? ആരൊക്കെ കൂടി ചേർന്നാണ്? കുടുംബശ്രീ മിഷനും അതുപോലെ തന്നെ കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് എന്നിവർ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി നോക്കാം, അടുത്ത നോക്കിയേ. എന്താണ്? ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി. അടുത്ത പദ്ധതിയാണ് ഏത്? ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി. എന്താണെന്ന് നോക്കാം. കടലിനെയും അതുപോലെ തന്നെ കടൽ തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി. എന്താണ്? ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? കേരള ഫിഷറീസ് വകുപ്പാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചേ, മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞത്? ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി എന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ചേ, അടുത്ത നോക്കാം. എന്താണ് ഏബിൾ പോയിന്റ് ഖാദി ഔട്ട്ലെറ്റ്? എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരുന്നേ, ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറഞ്ഞാൽ ഏബിൾ പോയിന്റ് ഖാദി ഔട്ട്ലെറ്റ് പദ്ധതി എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന ഖാദി ഔട്ട്ലെറ്റ് പദ്ധതി. ഏതാണ്? ഖാദി ഔട്ട്ലെറ്റ് പദ്ധതി.
പദ്ധതിയുടെ ഭാഗമായി സർക്കാർ 100 ഖാദി ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കും. എത്രയാണ്? 100 ഖാദി ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കും. അപ്പൊ ഏത് പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏബിൾ പോയിന്റ് ഖാദി ഔട്ട്ലെറ്റ് പദ്ധതി. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഏബിൾ പോയിന്റ് ഖാദി ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി അടുത്തത് കേട്ട പദ്ധതി. എന്താണ് കേട്ട പദ്ധതി? ശ്രദ്ധിച്ചേ, നോക്കിക്കേ. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ്. ആരംഭിച്ചതാണ്? കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? കേട്ട പദ്ധതി എന്ന് പറയുന്നത്. ഏതാണ് കേട്ട പദ്ധതി എന്ന് പറയുന്നത്? ആരൊക്കെ കൂടി ചേർന്നാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് കേട്ട പദ്ധതി. കേട്ടാപ്പ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം ആണ് എന്ത്? കേട്ടാപ്പ്. എന്താണ് കേട്ടാപ്പ്? എന്താണ്? കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം ആണ് എന്ത്? കേട്ടാപ്പ് പദ്ധതി. ശ്രദ്ധിച്ചേ, പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കൃഷിയിലും അനുബന്ധ മേഖലകളിലും നവീന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, സംസ്കരണം, വിപണനം തുടങ്ങിയ മേഖലകളിൽ മുന്നേറ്റം കൈവരിക്കുക എന്നതാണ് കേട്ട പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. എന്താണ്? കൃഷിയിലും അനുബന്ധ മേഖലകളിലും നവീന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, സംസ്കരണം, അതുപോലെ തന്നെ വിപണനം തുടങ്ങിയ മേഖലകളിൽ മുന്നേറ്റം കൈവരിക്കുക എന്നതാണ് കേട്ട പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ശ്രദ്ധിച്ചേ, അടുത്ത നോക്കാം. അടുത്ത നോക്കിയേ, മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി. എന്താണ് മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി? എന്താ നോക്കിയേ, ശ്രദ്ധിച്ചിരുന്നേ. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി എന്ന് പറയുന്നത്. ആരാണ് നടപ്പിലാക്കുന്നത് നോക്കാം. ശ്രദ്ധിച്ചേ, അതിനു മുമ്പ് ശ്രദ്ധിച്ചേ. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഈ മഹാസുരക്ഷ പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി എന്ന് പറയുന്നത്? ഓക്കെ, പദ്ധതിയുടെ ഭാഗമായി വ്യക്തിഗത ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോ പറഞ്ഞ ഏതാണ്? മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി. ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതി ഏതാണ്? മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി. ഏതാണ്? 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതി അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന. എന്താണ്? അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന. ശ്രദ്ധിച്ചേ, അടുത്തത് നോക്കാം. പശു ഔഷധി ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം. എന്താണ് പശു ഔഷധി ഇനിഷ്യേറ്റീവ്? എന്താണെന്ന് നോക്കിയേ. മിതമായ നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരാണ്? കേന്ദ്ര സർക്കാർ. എന്തിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി. എങ്ങനെ? മിതമായ നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആര് ആരംഭിച്ച സംരംഭമാണ്? കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ഏത്? പശു ഔഷധി ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സംരംഭം. കേട്ടോ, എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അടുത്ത പോയിന്റ്, മൃഗസംരക്ഷണത്തിലും ക്ഷീര കർഷക മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? പശു ഔഷധി ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കേട്ടോ, എന്തിനു വേണ്ടിയിട്ടാണ്? മൃഗസംരക്ഷണത്തിലും ക്ഷീര കർഷക മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? പശു ഔഷധി ഇനിഷ്യേറ്റീവ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന്
കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോക്കിയത് സർക്കാർ പദ്ധതികൾ. 2025 സർക്കാർ പദ്ധതികളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിൽ നമ്മൾ നിരവധി പദ്ധതികൾ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റിലൂടെ ചോദിക്കണം കേട്ടോ. അപ്പം ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം പേജിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.